ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തൃശ്ശൂർ സുവോളജിക്കൽ ഗാർഡൻ കാണാനാണ് പോകുന്നത്. അതും KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സിൽ. ഈ ഡബിൾ ഡെക്കർ ബസ് ഒരു ഇലക്ട്രോണിക് ബസ്സാണ്. അത് KSRTC സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ് അവസാനിക്കുന്നത്. അത് 2 ടൈപ്പ് ട്രിപ്പാണുള്ളത്. ഒന്ന് രാവിലെ 8 മണിക്കും വൈകുന്നേരം 3 മണിക്കുമുള്ള ട്രിപ്പ് KSRTC സ്റ്റാൻഡിൽ തുടങ്ങി പാർക്കിൽ കൂടി റൗണ്ട് അടിച്ച് നമ്മൾ തിരിച്ച് KSRTC ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിടും. വേറെ ഒരു ട്രിപ്പുള്ളത് രാവിലെ 10 മണിക്കാണ്. ആ ട്രിപ്പ് നമ്മളെ പാർക്കിൻ്റെ ഗേറ്റിൽ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യും. 10 മണിയുടെ ട്രിപ്പിന് പോയാൽ നമ്മൾ പാർക്കിൻ്റെ ഉള്ളിൽ കൂടി നടന്നു വേണം എല്ലാ സ്ഥലവും കാണാൻ. ബസ്സിൻ്റെ മുകളിൽ കയറി റൗണ്ട് അടിച്ച് പോകുന്ന ട്രിപ്പിൽ പോയാൽ നമുക്ക് എല്ലാ മൃഗങ്ങളെയും ഒന്നും കാണാൻ പറ്റുകയില്ല. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് ഒരു ട്രിപ്പായിട്ട് പോയിട്ട് വരാമെന്നേ ഉള്ളൂ. എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാർക്കിലിറങ്ങി നടന്ന് തന്നെ പോയി കാണണം, എന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ബസ്സിന് 2 ടൈപ്പ് ടിക്കറ്റാണുള്ളത്. ഒന്ന് ലോവർ ഡെക്കും ഒന്ന് അപ്പർ ഡെക്കും. ലോവർ ഡെക്ക് ആണെങ്കിൽ 125 ആണ്, അപ്പർ ഡെക്കിനാണ് 250 ആണ് പ്രൈസ്. പക്ഷേ നമ്മളങ്ങനെ അപ്പർ ഡെക്കിൽ പോകുന്നുണ്ടെങ്കിൽ 10 o'clock ട്രിപ്പിനും വൈകുന്നേരം 3 മണിയുടെ ട്രിപ്പിനും വേനൽക്കാലത്താണെങ്കിൽ നല്ല ചൂടാണ്. അപ്പം അത് ഓർത്തിട്ട് വേണം നമ്മൾ ഇത് ബുക്ക് ചെയ്ത് പോകാൻ. നമുക്കിത് KSRTCയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ KSRTCയുടെ റിസർവേഷൻ കൗണ്ടറിൽ നിന്നോ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ സ്വന്തം വണ്ടിക്കാണ് പോകുന്നതെങ്കിൽ നമുക്കവിടെ പാർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ KSRTCയുടെ സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബസ്സിൽ കയറിയിട്ട് ഓരോ സ്റ്റോപ്പിലും പോയി ഇറങ്ങി അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് നമുക്ക് ബസ്സിൽ കയറിയിട്ട് വീണ്ടും റൗണ്ട് അടിച്ച് പുറത്ത് വരാൻ പറ്റും. പിന്നെ ഈ പാർക്ക് അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണുള്ളത്. അപ്പം നിങ്ങൾ ഒത്തിരി ഹയർ എക്സ്പെക്റ്റേഷൻ കൊണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പക്ഷേ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കേരളത്തിലിപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള നിലയിൽ ഇതൊരു നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൂടുതൽ മൃഗങ്ങളും പക്ഷികളും ഒക്കെ വരുന്നുണ്ട്. അപ്പം ക്രമേണ ഇത് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു സുവോളജിക്കൽ ഗാർഡനായിട്ട് മാറും. അപ്പോൾ ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്നൊരു ഇനീഷ്യൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ പാർക്കിൻ്റെ ടിക്കറ്റ് ഫെയറും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. All this time I've been holding on so tight, 'cause all that I do was easy to use. So call my time, but you weren't really mine, just something to do. Thought I never knew. No surprise, but nevertheless, I'm still stuck in self-defense. No surprise, but nevertheless, I get lost when I look in your eyes. I just wanna
വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.